أعوذ بالله من الشيطان الرجيم إليه يرد علم الساعة إلى آخر الآية. 25-ാമത്തെ ജുസു ഹാമീം സജദയുടെ ഒരു പേജ് കൂടെ ഉണ്ട്. 24-ാമത്തെ ജുസുവിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദാസന്മാരോട് അക്രമം കാണിക്കുകയില്ല, നീതിപൂർണമായ തീരുമാനമായിരിക്കും നാളെ ആഖിറത്തിൽ അവൻ എടുക്കുന്നത് എന്നു വിഷയമാണ് അവസാനം പറഞ്ഞത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുകയാണ്. ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള അറിവ് അത് അള്ളാഹുവിന് മാത്രമാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഗൈബിയായ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പഴവർഗ്ഗങ്ങൾ അതിൻ്റെ കൂമ്പിൽ നിന്നും പുറപ്പെട്ടു വരുന്നതും, അതുപോലെ തന്നെ ഓരോ സ്ത്രീകൾ പ്രസവിക്കുന്നതും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയാണ്. അള്ളാഹു അറിയാതെ ഒന്നും തന്നെ ഈ ലോകത്തൊരു കാര്യം പോലും നടക്കുന്നില്ല, ഒരു ഇല പോലും വീഴുന്നില്ല. എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. എന്നാൽ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവർ നിസ്സാരമായി കാണുന്നു. അവരിതിനെ പരിഹസിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. പക്ഷേ അള്ളാഹു കൃത്യമായി എല്ലാം അവൻ്റെ അറിവിലുണ്ട്. ഖിയാമത്ത് നാളാണെങ്കിൽ നമ്മൾ മനുഷ്യർ അശ്രദ്ധരായിരിക്കുമ്പോൾ, അവരവരുടെ കച്ചവടത്തിലും മറ്റ് ജോലികളിലുമൊക്കെ വ്യാപൃതരായിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഖിയാമത്ത് തന്നെ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മുശ്രിക്കീങ്ങളോടുള്ള ചോദ്യമാണ് ആഖിറത്തിൽ, നിങ്ങൾ എന്നോടൊപ്പം പങ്കു ചേർത്ത പങ്കുകാരൊക്കെ എവിടെ? അവരെയൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ആ മുശ്രിക്കീങ്ങളുടെ ആ സന്ദർഭത്തിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു. അതിനുശേഷം മുശ്രിക്കീങ്ങൾ ദുനിയാവിൽ അവരെല്ലാത്തിനെയും പരിഹസിച്ച് തള്ളിയതിനെക്കുറിച്ച് പരാമർശിക്കുകയാണ്. പൂർണ്ണമായും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരിഹാസത്തിന് ഖണ്ഡനം കൊടുക്കുന്നു. നിങ്ങൾ ഈ പരിഹസിച്ച് തള്ളിയതൊരു പക്ഷേ ശരിയാണ് എങ്കിൽ, നിങ്ങളതിനെ നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ, പിന്നെ നിങ്ങളെക്കാൾ അക്രമി പിന്നെ വേറെ ആരാണുള്ളത്? നിങ്ങളെക്കാൾ പരാജയത്തിൽ പിന്നെ ആരാണുള്ളത്? ശേഷം അള്ളാഹു ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു പറയുകയാണ്, സനുരീഹിം ആയാതിന ഫിൽ ആഫാഖ്. പ്രപഞ്ചത്തിൽ നമ്മൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് മനുഷ്യർക്ക്. അത് കാണിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം നമ്മൾ അറിയുകയാണ്. അതുപോലെ തന്നെയാണ് വഫി അംഫുസിഹിം, നമ്മളിൽ തന്നെ, നമ്മുടെ ശരീരഘടന, ആ അവയവങ്ങളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ, കണ്ണാണെങ്കിലും ചെവിയാണെങ്കിലും കൈയാണെങ്കിലും എല്ലാത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ അത്ഭുതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയണം, അതെല്ലാം നാം അവർക്ക് കാണിച്ചു കൊടുക്കും. എന്തിനാണിതെല്ലാം? അള്ളാഹുലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി? മടങ്ങാൻ വേണ്ടിയാണ്. ഹക്ക് എന്താണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഹക്ക് എന്താണെന്ന് ബോധ്യപ്പെടുക. അള്ളാഹു നമുക്ക് മതിയായവനല്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത സൂറത്ത് ശൂറായാണ്. തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. 53 ആയത്തുകളാണുള്ളത്. 5 റുക്കുകളാണ് ഈ സൂറത്തിലുള്ളത്. സൂറത്ത് ഷൂറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചന, മഷൂറ എന്നൊക്കെ പറയും. മുഅ്മിനീങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടിയാലോചിക്കുന്ന സ്വഭാവമുള്ളവരാണ് എന്ന് ഈ സൂറത്തിൽ ഒരു ഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഷൂറ എന്ന പേര് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ സൂറത്തിൽ മുഖത്തായത്തിൻ്റെ ഹുറൂഫുകളായ ഹാമീം, അടുത്തത് ഐൻ സീൻ ഖാഫ്, ഈ 2 മുഖത്തായത്തിൻ്റെ ഹുറൂഫുകൾ കൊണ്ടുള്ള 2 ആയത്തുകളാണ്. ഇത് തന്നെ ഖുർആൻ്റെ മുഅ്ജിസത്താണെന്നാണ് അറിയിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ഹുറൂഫുകൾ കൊണ്ട് ക്രോഡീകരിച്ചൊരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. പക്ഷേ നിങ്ങളുടെ മുന്നിലും ആ ഹർഫുകൾ നിങ്ങളുടെ മുന്നിലുമുണ്ട്. പക്ഷേ നിങ്ങളെ കൊണ്ട് ഇങ്ങനൊരു ഗ്രന്ഥം ക്രോഡീകരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ പൊതുവേ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ, മുറിച്ചോതുന്ന അക്ഷരങ്ങൾ വെച്ച് തുടങ്ങുന്ന സൂറത്തുകളിലെല്ലാം തന്നെ തൊട്ട് ശേഷമുള്ള ആയത്തുകളെല്ലാം പരിശുദ്ധ ഖുർആനെക്കുറിച്ച് തന്നെയായിരിക്കും പരാമർശിക്കുന്നത്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവതരിച്ചതാണ്. ഇത് താങ്കൾക്ക് മാത്രമല്ല, താങ്കൾക്ക് മുമ്പുള്ളവർക്കുമെല്ലാം അള്ളാഹു വഹി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട മിക്ക സൂറത്തുകളുടെയും തുടക്കം ഇങ്ങനെ മുഖത്തായത്തിൻ്റെ ഹുറൂഫുകളാണ് എങ്കിൽ അതിനുശേഷം വരുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ്റെ മുഅ്ജിസത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വരുന്നത് ഈ ഖുർആൻ അവതരിപ്പിച്ചത് മക്കക്കാർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. മക്കക്കാർക്കും അതിനു ചുറ്റുമുള്ളവർക്ക് ഖിയാമത്ത് നാളിനെക്കുറിച്ചുള്ള
മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. പക്ഷേ അതിൽ കുറച്ച് പേർ അത് സ്വീകരിക്കുകയും അവർ സ്വർഗത്തിന് അവകാശികളാകുകയും ചെയ്തു. കുറച്ച് പേർ അത് നിഷേധിച്ച് തള്ളുകയും അവർ നരകത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതിൽ പറഞ്ഞു വരുന്നത് മുൻപുള്ള പ്രവാചകന്മാർക്കും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അയച്ചിരിക്കുന്ന വഹി, അപ്പോൾ അത് ഒന്ന് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പ്രവാചകന്മാർക്ക് എല്ലാവർക്കും അള്ളാഹു അയച്ചു കൊടുത്തിരിക്കുന്ന വഹി ദീന് ഒന്നാണ്. ശരീഅത്തിൽ വ്യത്യാസമുണ്ട്. ദീനെന്ന് പറയുമ്പോൾ ഏകദൈവ വിശ്വാസമാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കലാണ്, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മതത്തിലും എന്തില്ല, വ്യത്യാസമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ജനങ്ങൾ പിന്നെ വന്ന ജനങ്ങളാണ് പിൽക്കാലത്ത് ആ മതങ്ങളിൽ ഒരുപാട് കൈകടത്തലുകൾ നടത്തുകയും അവരുടെ വിശ്വാസങ്ങളെ തന്നെ തകർക്കുകയും തരിപ്പണമാക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ എല്ലാ പ്രവാചകന്മാരും വന്നത് ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ ശരീഅത്തിൻ്റെ നിയമങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ പ്രവാചകനും കൊണ്ടുവരുന്ന ശരീഅത്ത് ആ കാലഘട്ടവുമായി അനുസരിച്ച് ആ കാലഘട്ടത്തിന് യോജിച്ച നിലയിൽ ഓരോ ശരീഅത്തിലും ചെറിയ വ്യത്യാസങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളാണ്, ശരീഅത്തിലാണ് മാറ്റങ്ങളുള്ളത്, ദീനിനകത്ത് എന്തില്ല, യാതൊരു മാറ്റവുമില്ല. പിന്നെ അതിനുശേഷം നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസ നബി, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരുടെ എല്ലാവരുടെയും ആ ദൗത്യവും അവരുടെ ഉമ്മത്തിലേക്ക് അവർ കൊണ്ടുവന്ന മെസ്സേജും, ആ ഉമ്മത്തിൽ നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല, ഭിന്നതയുണ്ടാക്കരുത് എന്ന മെസ്സേജ് അവർ കൊടുത്തു. പക്ഷേ ഇവരെല്ലാം എന്ത് ചെയ്തു, ഭിന്നിച്ചു. ഇവരെല്ലാം പല ഗ്രൂപ്പുകളായി മാറി എന്നുള്ളതാണ് പിന്നെ പരാമർശിക്കുന്ന വിഷയങ്ങൾ. പിന്നെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഹക്ക് ബോധ്യപ്പെട്ടാൽ പോലും വെറുതെ തർക്കിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, മക്ക മുശ്രിക്കീങ്ങൾ അധികം ആൾക്കാർക്കും ഹക്ക് ബോധ്യപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അവരുടെ ആ പിടിവാശി കാരണം അവർ പരിശുദ്ധ ദീനിലേക്ക് വരാൻ തയ്യാറല്ല. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ ഖിയാമത്ത് നാളിൻ്റെ അത് സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ തർക്കം. ഇപ്പം ഇങ്ങനെയുള്ള തർക്കങ്ങൾക്ക് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യോത്തര രൂപത്തിൽ അതിന് ഖണ്ഡനം കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ സമയത്തും നിങ്ങൾ എന്തുകൊണ്ട് പരിശുദ്ധ ദീനിലേക്ക് വരുന്നില്ല എന്ന് ഉള്ളതിന് ചോദ്യോത്തര രൂപത്തിൽ തന്നെ ഖണ്ഡനം കൊടുക്കുന്നു, അവരുടെ തർക്കത്തിനുള്ള മറുപടി കൊടുക്കുന്നു. അതിൽ ഒരു കാര്യം എടുത്ത് ചോദിക്കുന്നുണ്ട്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് ചോദിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഈ ദഅവത്ത് ചെയ്യുന്നതിന്, അള്ളാഹുലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നതിന് ഞാൻ നിങ്ങളുടെ കൂലിയൊന്നും വാങ്ങുന്നില്ലല്ലോ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു കൂലിയും വാങ്ങുന്നില്ല. അപ്പോൾ കൂലി വാങ്ങുന്നതിൻ്റെ പേരിൽ ഭാരിച്ച കൂലി നിങ്ങൾക്ക് തരാനുള്ള ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ ദഅവത്ത് സ്വീകരിക്കാതിരിക്കുകയാണെങ്കിലും ഒക്കെ, ആകെ എനിക്ക് നിങ്ങളുമായിട്ടുള്ളതൊരു കുടുംബ ബന്ധമാണ്. ആ കുടുംബ ബന്ധത്തിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളോട് ദഅവത്ത് ചെയ്യുന്നത്. പക്ഷേ എന്നിട്ട് പോലും നിങ്ങളത് എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല, നിങ്ങളത് അനുസരിക്കുന്നില്ല എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അരുളാനായിട്ട് അവരോട് പറയുകയാണ്. അപ്പോഴും അവർ പറയുന്നത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കെട്ടിച്ചമച്ചതാണ്, തങ്ങളുടെ ഭാഗത്തു നിന്ന് കൊണ്ടുവന്നതാണെന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ, അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഓരോന്നോരോന്നായിട്ട് അള്ളാഹു പറയുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, മഴ സൃഷ്ടിച്ചത്, അതുപോലെ തന്നെ കടലിൽ നമ്മൾ സഞ്ചരിക്കുന്നു, കപ്പലുകളിൽ യാത്ര ചെയ്യുന്നു, കപ്പലുകളിൽ കാറ്റിൻ്റെ സഹായത്തിൽ, അന്ന് കാലത്ത് പായ്ക്കപ്പലുകൾ കാറ്റിൻ്റെ സഹായത്തിലാണ് സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ ആ കാറ്റിനെ അള്ളാഹു ഒന്ന് നിർത്തിയിരുന്നുവെങ്കിൽ അവരാ സമുദ്രത്തിൻ്റെ നടുക്ക് കുടുങ്ങുമായിരുന്നു. പക്ഷെ ഇതെല്ലാം അള്ളാഹു സംവിധാനിച്ചു. അവർക്ക് യാത്ര ചെയ്യാൻ, സുഗമമായി യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തു. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുന്നില്ല? ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ഗുണങ്ങളെടുത്ത് പറയുകയാണ്. മുഅ്മിനീങ്ങളുടെ ഒരുപാട് ഗുണങ്ങൾ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മുമ്പ് വന്നിട്ടുള്ളതാണ്, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക. അതിൽ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയുന്നതാണ് വ അംറുഹും ശൂറാ ബൈനഹും. അവരവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിച്ചാണ് എന്ത് ചെയ്യുന്നത്. കൂടിയാലോചനയിലൂടെയാണ് മുഅ്മിനീങ്ങൾ അവരുടെ വിഷയങ്ങൾ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, മുഅ്മിനീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വെച്ചുകൊണ്ട് തന്നെ ഈ സൂറത്തിൻ്റെ പേര് തന്നെ ഷൂറ എന്ന് വന്നത് തന്നെ. അപ്പം നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരാൾ ഒറ്റയ്ക്കെടുത്ത് തീരുമാനമെടുക്കാതെ കൂടിയാലോചിച്ച് പരസ്പര അഭിപ്രായങ്ങൾ എല്ലാവരുടെയും കേട്ട് പരസ്പര അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് കൂടിയാലോചിച്ചൊരു തീരുമാനമെടുക്കുക. അപ്പോൾ അങ്ങനെ തീരുമാനമെടുക്കുമ്പോഴത്തേക്ക് തെറ്റിനുള്ള സാധ്യത കുറവായിരിക്കും. അങ്ങനെ തീരുമാനമെടുക്കുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് ഐക്യമുണ്ടാകും. ഏറ്റവും വലിയ കാര്യം അതാണ്, ഐക്യമുണ്ടാകും. അപ്പം അതാണ് ഈ വിഷയത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യം. പിന്നെ അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല വഹിയെ സംബന്ധിച്ച് പറയുകയാണ്. അള്ളാഹു ആരോടും ഡയറക്റ്റായിട്ട് സംസാരിക്കാറൊന്നുമില്ല. ഡയറക്റ്റായിട്ട് നേരിട്ട് വന്നുകൊണ്ട് അള്ളാഹു ഓരോ പ്രവാചകനോടൊരു കാര്യം പറയത്തൊന്നുമില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല 3 രീതിയിലാണ് പ്രവാചകന്മാരോട് സംസാരിക്കുന്നത്.
അങ്ങനെ വഹിയുടെ 3 രൂപമാണ് ഇനിയുള്ള ആയത്തുകളിലൂടെ പറയുന്നത്. ഒന്ന്, ഒരു പ്രവാചകൻ്റെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയം ഇട്ടുകൊടുക്കുന്നു. ആ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്നതിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്. അങ്ങനെ എന്തായാലും അള്ളാഹു ഒരു പ്രവാചകൻ്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന ഒരു രൂപമാണ്. രണ്ടാമത്തെ, അതിന് സാധാരണ വഹി എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥത്തിൽ അതിന് പറയുന്നത്, ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുക. രണ്ടാമതൊരു മറയുടെ പിറകിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിച്ചതുപോലെ എവിടെയാണ് അള്ളാഹു എന്ന് കാണാൻ കഴിയില്ല, ശബ്ദം വരുന്ന ദിശ ഏതാണെന്ന് പോലും മനസ്സിലാകില്ല. അപ്പോൾ ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മറയുടെ പിറകിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പ്രവാചകനോട് സംസാരിക്കുന്നു. മൂന്നാമതായി ഒരു ദൂതനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നു. ആ ദൂതനിലൂടെ പ്രവാചകന്മാർക്ക് എന്ത് ചെയ്യുന്നു, വിഷയങ്ങൾ എന്ത് ചെയ്യുന്നു, അറിയിച്ചു കൊടുക്കുന്നു. സാധാരണ രീതിയിൽ വഹിയുടെ ഈ രൂപമാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ഈ രീതിയിൽ 3 രീതിയിലാണ് അള്ളാഹു വഹി അറിയിക്കുന്നത് എന്നും ഈ സൂറത്തിൽ പരാമർശിക്കുന്നു. അടുത്ത സൂറത്തു സുഖ്റുഫാണ്. ഇതും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. 89 ആയത്തുകളും 7 റുക്കുകളുമാണുള്ളത്. ഇവിടെയും മുഖത്താഅത്തിൻ്റെ ഹുറൂഫായ ഹാമീം കൊണ്ടാണ് ഇവിടെയും തുടങ്ങുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 7 സൂറത്തുകൾ തുടരെയായിട്ട് ഹാമീം വരും. അപ്പം ഈ മുഖത്താഅത്തിൻ്റെ ഹുറൂഫ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ തന്നെ ആദ്യം തന്നെ കൂടുതൽ സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്ന പരിശുദ്ധ ഖുർആനെ കുറിച്ചായിരിക്കും. ഖുർആൻ്റെ മോജിസത്താണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. വൽ കിതാബിൽ മുബീൻ, ഇവിടെ മോജിസത്തുള്ള വളരെ അമാനുഷികതയുള്ള ആ പരിശുദ്ധ ഖുർആൻ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്. എന്നിട്ട് ചിന്തിക്കാൻ വേണ്ടി ഈ പരിശുദ്ധ ഖുർആനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയിലാക്കി അയച്ചു. അപ്പം അറബികളായ ജനങ്ങൾക്ക് കാര്യം കൂടുതൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആൻ അറബിയിലാക്കി അയച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ കിതാബ് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും 1-ാം ആകാശത്തേക്ക് അള്ളാഹു അയച്ചതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പോൾ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഇതിനെ 1-ാം ആകാശത്തേക്ക് എന്താണ് അയക്കുകയാണ്. അപ്പം ലൗഹുൽ മഹ്ഫൂദിൽ ഈ ഗ്രന്ഥം സുരക്ഷിതമാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളും അള്ളാഹു പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് സഞ്ചാരത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല വാഹനങ്ങളെ തർത്തീബാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്നാണ് വജഅല ലക്കും മിനൽ ഫുൽക്കി വൽ അൻആമി മാ തർകബൂൻ. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കപ്പലും മൃഗങ്ങളും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. ഇത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, 2 തരം വാഹനങ്ങളാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച് തന്നിരിക്കുന്നത്. ഒന്ന്, കപ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ സംബന്ധിച്ച് അത് മനുഷ്യനാണ് അതിനെ എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്. അതിൻ്റെ നിർമ്മാണം എന്ന് വെച്ചാൽ അതിൻ്റെ വസ്തുക്കളെല്ലാം, അതിൻ്റെ റോ മെറ്റീരിയലുകളെല്ലാം അള്ളാഹു ഈ ഭൂമുഖത്ത് തന്നെ, ഈ ഭൂമിയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി തർത്തീബാക്കിയിട്ടുണ്ട്. ഇതിനെ കൂട്ടിയോജിച്ച് ഇതിനെ ഒരു വാഹനത്തിൻ്റെ രൂപത്തിലാക്കുന്നത്, ഇപ്പോൾ കപ്പലാണെങ്കിൽ അത് ഒരു കപ്പലിൻ്റെ രൂപത്തിലേക്ക് മനുഷ്യൻ തന്നെയാണ് എന്ത് ചെയ്തത്, ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്നത്തെ വാഹനങ്ങളെല്ലാം കൂടുതലും അതാണ്, മനുഷ്യൻ തന്നെ നിർമ്മിക്കുന്നതാണ്. പക്ഷെ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് മനുഷ്യനല്ല, നേരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതാണ്, അതാണ് മൃഗങ്ങളൊക്കെ തന്നെ. ഇപ്പം മൃഗങ്ങളുടെ രൂപം വേറെയാണ്, കാരണം അത് നമ്മളല്ല, അള്ളാഹുവാണ് അതിനെ സൃഷ്ടിക്കുന്നത്. ഈ 2 രീതിയിലുള്ള വാഹനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു, തന്നിരിക്കുന്നു. അതിനുശേഷം ആ വാഹനത്തിൽ നമുക്ക് അതിനെ പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണത്തിലാക്കി തന്നു. അതുകൊണ്ട് ആ നമ്മൾ ചെയ്യേണ്ട ദുആ അത് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് തുടങ്ങുന്ന ഒരു ആയത്തും പിന്നെ തൊട്ട് മുമ്പുള്ള ആയത്തിൻ്റെ പകുതി ഭാഗവും ഈ ദുആയാണ്. തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ്. ഈ വാഹനങ്ങളെ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയന്ത്രണത്തിലാക്കി തന്നിരിക്കുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. കാരണം ഈ മൃഗമാണെങ്കിലും ഈ വാഹനമാണെങ്കിലെല്ലാം അള്ളാഹു അതിനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ്. അവൻ അങ്ങനെ ആക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ വരില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ദുനിയാവിലെ നമ്മുടെ യാത്ര ആഖിറത്തിലേക്കുള്ളൊരു യാത്രയുടെ ഓർമ്മപ്പെടുത്തലുമാണ്. അതുകൊണ്ട് നമ്മൾ മടങ്ങേണ്ടത് അള്ളാഹുലേക്ക് തീർച്ചയായിട്ടും നമ്മൾ മടങ്ങുന്നവരാണ് എന്നും കൂടെ ഈ ദുആയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. കാരണം അവിടെയും നമ്മൾ ആഖിറത്തെ ഓർക്കുക എന്നുള്ള കാര്യം. അതിനുശേഷം വജഅലൂ ലഹു മിൻ ഇബാദിഹി ജുസ്അ എന്ന് തുടങ്ങുന്ന ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല
മുശ്രിക്കീങ്ങളുടെ തെറ്റായ വിശ്വാസത്തെ ഖണ്ഡിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് മുശ്രിക്കീങ്ങളുടെ തെറ്റായ പല വിശ്വാസങ്ങളുണ്ട്, അറബ് മുശ്രിക്കീങ്ങളുടെ. അപ്പോൾ അതിലൊന്നാണ് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്നുള്ള വിശ്വാസം. മലക്കുകൾ എന്നത് അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന്. അപ്പോൾ ആ ഒരു വിശ്വാസത്തെ 4 രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ആയത്തുകളിൽ ഖണ്ഡിക്കുകയാണ്. അതിലൊന്നാമത്തതാണ്, മക്കളെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഒരു ഭാഗമാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും ബീജവും അണ്ടവും ചേർന്നാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ മലായിക്കത്തുകളെ അള്ളാഹുവിൻ്റെ പെൺമക്കളെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗമായി മാറും. അപ്പോൾ അള്ളാഹുവിന് ശരീരമുണ്ടെന്നും അള്ളാഹുവിന് അവൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മലക്കുകളെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും. അപ്പം ഇത് തീർത്തും അള്ളാഹുവിൽ നിന്ന് എത്രയോ ഉന്നതനാണ്. അള്ളാഹുവിന് ജിസ്മോ, അതായത് ശരീരമോ ഒന്നും തന്നെ നമുക്കുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പം അത് ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജുസ് ആണ് എന്ന് പറഞ്ഞാൽ, ജുസ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം, ഒരു കഷ്ണം എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിന് അങ്ങനെ ഒരു കഷ്ണമേ ഇല്ല എന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഖണ്ഡിക്കുന്നു. രണ്ടാമത്തെ ഖണ്ഡനം അത് മക്കാ മുശ്രിക്കീങ്ങളുടെ അവരുടെ ചില കാഴ്ചപ്പാടുകളെ നിർത്തിക്കൊണ്ട്, അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ളൊരു ഖണ്ഡനമാണ്. അതായത് മക്കാ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം പെൺമക്കളെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല അവർ. പെൺമക്കൾ ജനിച്ചെന്നറിഞ്ഞാൽ തന്നെ മുഖം വിവർണമാകും, മുഖം കരിവാളിച്ചു പോകും. എങ്ങനെയെങ്കിലും അതിൽ തന്നെ ചില ഗോത്രക്കാരും പെൺമക്കളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ജീവനോടെ കുഴിച്ചു മൂടിക്കൊണ്ട് ഇരുന്നവരാണ്. അപ്പോൾ അവർ ഇഷ്ടപ്പെടാത്ത ആ പെൺമക്കൾ അവർ തന്നെ അംഗീകരിക്കുന്നുണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്ന്. അപ്പോൾ പോലും അവർക്ക് ഇഷ്ടപ്പെടാത്ത ഈ പെൺമക്കളെയാണ് ഇവർ അള്ളാഹുവിന് കൊണ്ടുവച്ച് കൊടുക്കുന്നത്. ഇതെന്തൊരു വിരോധാഭാസമാണ് എന്ന രീതിയിൽ രണ്ടാമത്തെ രീതിയിൽ എന്ത് ചെയ്യുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഖണ്ഡിക്കുന്നു. മൂന്നാമത് മലക്കുകളെ സംബന്ധിച്ച് വർണ്ണിക്കുകയാണ്. മലക്കുകൾ ഒരിക്കലും സ്ത്രീകളല്ല എന്നുള്ള യാഥാർത്ഥ്യം അവരുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നു. നാലാമത് പറയുകയാണ്, മലക്കുകൾ ഇനി സ്ത്രീകളാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പുരുഷനും സ്ത്രീയും ചെയ്യുന്ന കാര്യപ്രവർത്തികൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പുരുഷന്മാർ ഏർപ്പെടുന്ന പ്രവർത്തികളിലെല്ലാം തന്നെ അതേ മികവോടുകൂടി അവർക്ക് ചെയ്യാൻ കഴിയില്ല. സ്ത്രീകളുടെ കഴിവുകൾ വേറെയാണ്, പുരുഷൻ്റെ കഴിവ് വേറെയാണ്. അപ്പം വെളിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ പുരുഷന്മാർ ചെയ്യുന്നത് പോലെ സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയില്ല. അവരുടെ നേച്ചർ എന്ന് വെച്ചാൽ അവർക്ക് അണിഞ്ഞൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് ആ രീതിയിൽ ജീവിച്ചു പോകുക എന്നുള്ളതാണ് അവരുടെ നേച്ചർ. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പോലും അവരുടെ വിഷയങ്ങൾ പോലും കൃത്യമായി ഉന്നയിക്കാനുള്ളത് പുരുഷന്മാരുടെ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ അത്രയൊന്നും ഒരു സ്ത്രീക്ക് പൊതുവെ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളോടാണോ നിങ്ങൾ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന അള്ളാഹുവിൻ്റെ സംവിധാനങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം കൃത്യമായിട്ട് അവൻ്റെ കൽപ്പന അനുസരിച്ച് ചെയ്യുന്ന ഈ മലക്കുകളെ നിങ്ങൾ ആ സ്ത്രീകളോടാണോ ഉപമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിക്കുകയാണ്. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഇത് നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്. അതും ഇടയ്ക്കിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉണർത്തുകയാണ്. അപ്പം അവരും ഈ ഷിർക്ക് ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ഷിർക്കിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പൂർണ്ണമായി മുക്തനായിരുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് മക്കാ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, ഞങ്ങളെല്ലാം ഇബ്രാഹിമി മില്ലത്തിലാണ്, ഞങ്ങളെല്ലാം ഇബ്രാഹിമി പാരമ്പര്യം പേർന്നവരാണെന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹു അവർക്ക് മറുപടി കൊടുത്താണ്, ഇബ്രാഹിം ഒരിക്കലും ഷിർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷിർക്ക് ചെയ്ത ആളല്ലായിരുന്നു. മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹു അല്ലാത്ത നിങ്ങൾ ആരാധിക്കുന്ന ഈ വസ്തുവിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ടും ബരിയാണ്, ഞാൻ ഇതിലൊരിക്കലും പെടൂല എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിനെയും അള്ളാഹുവിൻ്റെ മഹത്വത്തെയും പറയുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ അനുസരിച്ചല്ലല്ലോ നിങ്ങളുള്ളത്. നിങ്ങൾ എന്ത് പിന്നെ രീതിയിലാണ് നിങ്ങൾ ആ പ്രവാചകൻ്റെ പിന്മുറക്കാരാണെന്ന് അവകാശപ്പെടുന്നത്? കാരണം അദ്ദേഹം ഷിർക്ക് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുള്ള കാര്യമാണ് പിന്നെ പറയുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കാ മുശ്രിക്കീങ്ങളുടെ സാധാരണ രീതിയിലുള്ള പല വിമർശനങ്ങളിൽ വേറൊരു വിമർശനമാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട 2 നാട്, അതായത് മക്ക, തായിഫ്. ഈ 2 നാടുകളിലെ ഏതെങ്കിലും വലിയൊരു സമ്പന്നനെ എന്തുകൊണ്ട് വഹി വന്നില്ല? ഒരു സമ്പന്നനെ എന്തുകൊണ്ട് അള്ളാഹു പ്രവാചകനാക്കിയില്ല? ഇത് വെറും പാവപ്പെട്ട ഒന്നുമില്ലാത്ത ആടുകളെ മേയിച്ചൊക്കെ നടന്നിരുന്ന അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഒരു സാധാരണയായ ഒരു മനുഷ്യനെ പിടിച്ചിട്ട് എന്തിനാണ് ഈ പ്രവാചകനാക്കിയത് എന്നുള്ളവരുടെ വിമർശനം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ കുറിച്ച് പറയുന്നു. ഫിറഔൻ്റെ സമ്പത്തിനെ കുറിച്ച് പറയുന്നു. ഫിറഔൻ്റെ സമ്പത്ത് കൊണ്ട് അവൻ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അത് മറ്റുള്ളവർക്ക് കിട്ടി. കാരണം എല്ലാം നശിച്ചു. അത് ബാക്കിയുള്ളവരാണ് അനന്തരാവകാശം. എന്തെല്ലാം സമ്പത്ത് ഫിറഔനുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അവന് പ്രയോജനം ചെയ്തില്ല. അപ്പോൾ സമ്പത്തല്ല കാര്യം,
അതുപോലെ തന്നെ സമ്പത്ത് അള്ളാഹു കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഒരാളുടെ വിജയവുമായി അതിൻ്റെ മാനദണ്ഡം ഒരാൾ വിജയിച്ച ആളോ പരാജയപ്പെട്ട ആളോ ആയിട്ടല്ല, മറിച്ച് അത് അള്ളാഹു അവൻ്റെ റിസ്ക് അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഓരോരുത്തർക്ക് കൊടുക്കുന്നു, അവരതനുസരിച്ച് ഇവിടെ ജീവിച്ചു പോവുക എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ സമ്പത്ത് കൊടുത്തവൻ വിജയിച്ചെന്നോ സമ്പത്തില്ലാത്തവൻ പരാജയപ്പെട്ടെന്നൊന്നുമില്ല എന്നുള്ള കാര്യവും കൂടി ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നു. അവസാനം മുശ്രിക്കീങ്ങളുടെ വിഷയത്തിൽ താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഉപദേശമാണ്, അവർ മുഅ്മിനായില്ല എന്ന് വിചാരിച്ച് താങ്കൾ വിഷമിക്കേണ്ട, വിട്ടുകളഞ്ഞേരെ. അവരിങ്ങനെ വിമർശനം ഓരോന്നും വെറും പാഴായ വിമർശനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, അതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുകയാണ്. സുഖ്റുഫ് എന്ന പദത്തിൻ്റെ അർത്ഥം സ്വർണം എന്നാണ്. ഈ സൂറത്തിൻ്റെ 35-ാമത്തെ ആയത്തിൽ 34-35 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ ദുനിയാവിൻ്റെ സമ്പത്തും ദുനിയാവിൻ്റെ ആഡംബരങ്ങളും എത്രത്തോളം നിസ്സാരമാണ് എന്ന് കാണിക്കാൻ വേണ്ടി, അതായത് മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ നിഷേധിച്ച് തള്ളിയാൽ പോലും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തെല്ലാം സംവിധാനങ്ങൾ, അവരുടെ വീട് സ്വർണ്ണമാകാനോ അല്ലെങ്കിൽ വെള്ളിയാകാനോ, അവർ കിടക്കുന്ന കിടപ്പകൾ, അവരുടെ വീടിൻ്റെ മച്ച്, ഇതെല്ലാം സ്വർണത്തിലും വെള്ളിയിലും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു കൊടുത്തേനെ. പക്ഷെ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് കണ്ടിട്ട് ബാക്കിയുള്ളവരും കൂടെ ലലാലത്തിലായി പോകും. പക്ഷേ അള്ളാഹു മുശ്രിക്കീങ്ങൾക്ക് അങ്ങനെ ചെയ്തു കൊടുത്താലും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വെറും നിസാരമാണ് എന്നൊരു ഭാഗം ഈ സൂറത്തിലുള്ളത് കൊണ്ടാണ് ഈ ഭാഗത്തിൽ ഈ സുഖ്റുഫ് എന്ന സ്വർണം എന്ന വാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സുഖ്റുഫ് എന്ന പേര് വന്നിരിക്കുന്നത്. സൂറത്തു ദുഖാൻ തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. 59 ആയത്തും 3 റുക്കുകളുമാണ് ഈ സൂറത്തിലുള്ളത്. ഇപ്പോൾ ഈ സൂറത്തും നേരത്തെ നമ്മൾ പറഞ്ഞ ഹാമീം സൂറത്തുകളിൽ പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അള്ളാഹു പരിശുദ്ധ ഖുർആൻ മുഅ്ജിസത്തായ ഖുർആനെ കൊണ്ട് സത്യം ചെയ്താണ് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ്റെ അവതരണത്തെക്കുറിച്ച് പറയുകയാണ്. ഈ ദുഖാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പുക എന്നാണ്. മക്ക മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല ചില അടയാളങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ആ അടയാളം, അതിലൊരു അടയാളം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൻ്റെ 10 മുതൽ 15-ാമത്തെ ആയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. ഒരടയാളം അത് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവചനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ആകാശഭാഗത്തു നിന്ന് അവർ നോക്കിയാൽ പുകയല്ലാതെ വേറൊന്നും കാണില്ല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ദുഖാൻ എന്ന പേര് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയാണ്. അതുകൊണ്ട് വളരെ മഹത്വമുള്ള രാത്രിയാണ് ആ രാത്രി. മലക്കുകളെ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ നടപ്പിൽ വരുത്താൻ വേണ്ടി മലക്കുകളെ ഓരോ ചുമതലകൾ ഏൽപ്പിക്കുന്നത്, ദുനിയാവിലെ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ സംഭവങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മലക്കുകൾക്ക് തഖ്സീം ചെയ്തു കൊടുക്കുന്ന രാത്രിയാണ്. അതുകൊണ്ടാണ് ഫീഹ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം. അപ്പം ആ രാത്രിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് പരിശുദ്ധ ഖുർആനും ഈ രാത്രിയാണ് അവതരിച്ചത്. അത് ഈ രാത്രിയുടെ പ്രത്യേകതയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞതാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു, ആകാശഭൂമിയുടെ റബ്ബാണ് എന്നുള്ള കാര്യം പറയുന്നു. ശേഷമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മക്കയിലുണ്ടായ ആ വലിയൊരു ക്ഷാമത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവപ്പെട്ട വലിയ ഒരു ക്ഷാമമായിരുന്നു. എത്രത്തോളം ഭക്ഷണമൊന്നുമില്ലാതെ തോല് തിന്നേണ്ട സാഹചര്യം വരെ വന്നു. അങ്ങനെ അബൂ സുഫിയാൻ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുന്ന രംഗമുണ്ട്. അങ്ങനെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അവർ ആകാശഭാഗത്ത് നോക്കിയാൽ പുകയല്ലാതെ വേറൊന്നും കാണുമില്ല എന്നൊരു പ്രവചനം അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തിരുന്നു. അത് നടന്ന ഒരു സംഭവമാണിത്. അങ്ങനെ നടന്നു, അങ്ങനെ ദുആ ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ബുദ്ധിമുട്ടുകളെ മാറ്റിക്കൊടുത്തു. അവർക്ക് ക്ഷേമമുണ്ടായി, അവരുടെ ക്ഷാമമെല്ലാം മാറി. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവർ പഴയതുപോലെ ധിക്കാരത്തിലും നിഷേധത്തിലുമായി. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഫിറഔൻ്റെ സംഭവം പറയുകയാണ്. ദുനിയാവിൽ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. പിന്നെ ഇതിൽ തുബ്ബ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതൊരു രാജാവിനെ സംബന്ധിച്ച് യമനിലുള്ള രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് ഈ തുബ്ബ എന്ന്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് അസദ് അബൂ ഖുറൈബ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേരെന്നാണ്.
ഏകദേശം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് ഒരു 700 വർഷം മുമ്പ് വന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമുദായം ഒരിക്കലും എന്ത് ചെയ്തില്ല, അള്ളാഹുവിനെ അംഗീകരിച്ചില്ല. അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ കൊടുത്ത സമുദായമാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ആ നാടിനെ തന്നെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴും കാണാം. അവിടെ ഇപ്പോൾ ആൾതാമസം ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല തുബ്ബഇൻ്റെ ആ സമുദായത്തെ എന്ത് ചെയ്യുന്നു, ആ സമുദായത്തിൻ്റെ വഴികേടും അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് ഇറങ്ങിയതും ഈ സൂറത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ആഖിറത്തിൽ കാഫിര്യങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന കഠിനമായ നരകശിക്ഷയെ സംബന്ധിച്ച് അത് വളരെ വിശാലമായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഈ സൂറത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. വളരെ കഠിനമായ ശിക്ഷയാണ് അവർക്ക് നാളെ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ചിരിക്കുന്ന നിഅമത്തുകളും അനുഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല ഇതിനകത്ത് പറയുന്നുണ്ട്. ശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കാത്തിരിക്കാൻ പറയാണ്. അള്ളാഹു ഖിയാമത്ത് നാളിൽ എല്ലാ ഖിയാമത്ത് നാൾ സംഭവിക്കുക തന്നെ ചെയ്യും. നബിയെ താങ്കളും കാത്തിരിക്കുക, അവരും കാത്തിരിക്കട്ടെ എന്ന് പറയുകയാണ്. ഇതാണ് ഈ സൂറത്തിൻ്റെ ആകെ സാരമെന്നത്. സൂറത്തുൽ ജാസിയ 37 ആയത്തുകളും 4 റുക്കുവുമാണ് ഈ സൂറത്തിലുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. അതിൽ മൂന്നാമത്തെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ സൂറത്തിന് ജാസിയ എന്ന പേര് വന്നത്. ഒന്ന്, പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖുദ്റത്ത്, അവൻ്റെ ഹിക്മത്ത്, അതിൻ്റെ ഓരോരോ അടയാളങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈ പ്രപഞ്ചത്തിൽ നിറച്ചിരിക്കുകയാണ്. എവിടെ നോക്കിയാലും അള്ളാഹുവിൻ്റെ ഖുദ്റത്തും അതുപോലെ തന്നെ അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഓരോന്നിൻ്റെ യുക്തിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു മനുഷ്യൻ നിഷ്പക്ഷമായി ചിന്തിക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ട് എന്നും അവന് യാതൊരു ശരീക്കുമില്ല എന്നും ഈ പ്രപഞ്ചത്തിൽ തന്നെ നോക്കിയാൽ അവന് മനസ്സിലാകും. ഇതാണ് ഈ സൂറത്തിൻ്റെ ആദ്യത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തും മറ്റുള്ള പ്രവാചകന്മാരുടെ ശരീഅത്തും തമ്മിലുള്ള വ്യത്യാസത്തിനുള്ള കാരണം. അപ്പോൾ സാധാരണ പൊതുവെ വിമർശനങ്ങളിൽ ഒരു നബി തങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളിൽ ഒരു വിമർശനമാണ് മറ്റേ ശരീഅത്തിലില്ലാത്ത നിയമം ഈ ശരീഅത്തിലുണ്ടല്ലോ, അവിടെ അങ്ങനെയാണല്ലോ, അവിടെ അത് ഹറാമാണെങ്കിൽ ഇവിടെ ഇത് ഹലാലാണല്ലോ എന്നൊക്കെയുള്ള വിമർശനം. അപ്പോൾ അതിനൊരു മറുപടിയാണ് പ്രവാചകന്മാരുടെ ഓരോരുത്തരുടെയും ദീൻ എല്ലാവരുടെയും ഒന്നാണെങ്കിലും ശരീഅത്തിൽ വ്യത്യാസം വരും. അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അത് ഓരോ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അതാത് പ്രവാചകന്മാർക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്നതാണ് ശരീഅത്തിൻ്റെ നിയമം എന്നുള്ള കാര്യമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ, അള്ളാഹു സുബ്ഹാനഹു തആല ഖിയാമത്തിൻ്റെ അതിഭയാനകരമായ ആ രംഗം കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു തആല വിവരിക്കുന്നു. അപ്പോൾ ആ രംഗം അത് നേരിട്ട് കാണുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും മുട്ടുകുത്തി നിന്നു പോകും എന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ ജാസിയ എന്ന പേര് തന്നെ മുട്ടുകുത്തി നിൽക്കുന്നതിനാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങളെല്ലാവരും, അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ജാസിയ എന്ന് പറയുന്നത്. ഖിയാമത്തിൻ്റെ ആ ഭയാനകത അതെല്ലാം കണ്ടുകൊണ്ട് അവർക്ക് നേരെ നിൽക്കാൻ കഴിയില്ല. എല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ആ ഖിയാമത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചും ഈ സൂറത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ സൂറത്ത് തന്നെ ഈ ജുസുവിൻ്റെ തന്നെ ഏറ്റവും അവസാനത്തെ സൂറത്താണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിൻ്റെ അവസാനവും അള്ളാഹു സുബ്ഹാനഹു തആല ആകാശഭൂമിയുടെ റബ്ബായ സർവ്വലോകത്തിൻ്റെയും റബ്ബായ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അധികാരവും ആകാശഭൂമിയിലുള്ള എല്ലാ അധികാരവും അവനാണ് എന്ന് അള്ളാഹു പറയുന്നു. കാരണം ഇതെല്ലാം സംവിധാനിച്ച അള്ളാഹു ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുള്ള അധികാരം മുഴുവനും ആ അള്ളാഹുവിൽ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുകയാണ്.